سديد البطش والقرآن حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد فقد قال تعالى ومن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب. ബഹുമാനമുള്ള ഉസ്താദുക്കൾ, പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഉപമുഖ്യമന്ത്രി ടി കെ ശിവകുമാർ, മറ്റ് വിശിഷ്ട അതിഥികൾ, ഞാൻ കാര്യക്രമത പഠിക്കാത്തത് വളരെ മോശമായിപ്പോയി. അതായത് കർണാടക ഭാഷ അറിയുന്നത്, രണ്ട് മലയാളത്തിൽ സംസാരിക്കുകയാണ്. പിന്നെ ഇവർക്കൊക്കെ മലയാളം അറിയും. നമ്മുടെ സിദ്ധാന്തം SYS അല്ലെങ്കിൽ SSF, ജംഇയ്യത്തുൽ ഉലമ, നമ്മളെല്ലാവരുടെയും സിദ്ധാന്തം ഇവിടെ ഭൗതികമായി നല്ല നിലയിൽ ജീവിക്കുകയും പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുകയും അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതിയ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന എഴുതി എത്രയോ ദിവസം ചർച്ച നടത്തി വലിയ വലിയ വിദഗ്ധന്മാർ ചർച്ച നടത്തി അവസാനം തീരുമാനിച്ച ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അത്ര വിശാലതയുള്ള ഒരു ഭരണഘടന ഇവിടെ ഒരു രാഷ്ട്രവും എഴുതിയിട്ടില്ല. അത്രയും വലിയ ഒരു വിശാലതയാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അപ്പോൾ ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ രാജ്യം നടത്തി വരുന്നു. നമ്മുടെ മുൻഗാമികൾ രാജ്യം ഭരിച്ചവരെല്ലാം ഈ ഭരണഘടനയെ ആസ്പദമാക്കി ഭരണം നടത്തി വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാവരും കുറേ ആളുകൾ റോട്ടിലൂടെ വസ്ത്രം ധരിക്കാതെ നടന്നു കണ്ടാൽ എല്ലാവരും അങ്ങനെ വസ്ത്രം ധരിക്കാതെ നടക്കണം എന്ന് പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ആർക്കും അധികാരമില്ല. അപ്പോ സ്ത്രീകളുടെ ജിൽബാബിനെ സംബന്ധിച്ച് നമ്മുടെ ഷാഫി സാഹിബ് ആയത്തൊക്കെ ഓതി
ഈ ആയത്തൊന്നും ഓതിയോടെ ഇവരോട് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. ആദ്യമായി നമുക്ക് പറയാനുള്ളത്, ഏത് സമുദായത്തിനും ഇവിടെ ആ സമുദായത്തിൻ്റെ ആശയവും ആദർശവും നിലനിർത്തി ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. ആ ഭരണഘടനയിൽ അനുസരിച്ച് ഇവിടെ ജീവിച്ചേ പറ്റൂ. ആര് ഭരിച്ചാലും ഭരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആർക്കും കിട്ടുന്നോ ആർക്കും ഭരിക്കാം. ഈ മൗലികമായ തത്വം ഒരിക്കലും കൈവിടാൻ അനുവദിക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ മുസ്ലിം സമുദായത്തിന് ഒരു ആചാരമുണ്ടെങ്കിൽ അത് അവരർത്ഥം, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും വേറെ ഉള്ള ആളുകൾക്ക്, ബുദ്ധനും ജൈനനും മറ്റ് പാർട്ടികളും കക്ഷികളും ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ പൂർണ്ണമായി ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ജീവിക്കണം. അതാണ് നമുക്ക് ഉപ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ പോകും അല്ലേ? ഉപ ഉപ ഇപ്പോൾ ഉപ നെക്സ്റ്റ് ഉപ നോ ഉപ അപ്പോ ഡയറക്റ്റ് ചോദിച്ചുകൊണ്ട് അപ്പോ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാനിപ്പറയുന്നത് ഷാഫി സാഹിബ് ഒന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഈ ഒരൊറ്റ ന്യായം. അതാണ് പ്രാർത്ഥനയിൽ പോലും ജാമിഉ ദുആ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. ആ പ്രാർത്ഥനയിൽ പറഞ്ഞു, ഭൗതികമായ നേട്ടം മാത്രം ഞങ്ങൾക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ശരിയല്ല. അവർക്ക് ഒന്നുമില്ല. മറിച്ച് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ഞങ്ങൾക്ക് ഭൗതിക ലോകത്തും നന്മ വേണം, പാരത്രിക ലോകത്തും നന്മ വേണം, രണ്ട് ലോകത്തിൻ്റെ നന്മയും വേണം എന്ന് പറയുന്ന ആളുകൾക്ക് ഭാഗ്യമുണ്ട്, രക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ മതക്കാർക്കും ആ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് അക്കാലത്ത് ഇവിടെ ഭരണഘടന എഴുതിയ കാലത്ത് വാദിച്ച് തീർച്ചപ്പെടുത്തി എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞതാണ്. പിന്നെ അതിലിങ്ങനെ ഓരോ ദിവസം മാറ്റി മറിച്ച് തിരിച്ചു കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് നാം ഇവിടെ ശക്തിയായി നിൽക്കുന്നത്. നമ്മളൊരിക്കലും ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല. ഭീകരതയും തീവ്രതയും ഇസ്ലാമിന് അന്യമാണ്. ടെററിസം അത് ഇസ്ലാമിലില്ല. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, فبما رحمة من الله, അള്ളാഹുവിന്റെ റഹ്മത്താണ് നബിയെ തങ്ങൾ. ആ റഹ്മത്താ കാരണം കൊണ്ട് അല്ലേ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആലിമീങ്ങളും മുത്താലിമീങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകും. റഹ്മത്ത് എന്നാ പറഞ്ഞത്, റഹ്മത്ത് കൊടുക്കുന്നതാണെന്നോ റഹ്മത്തിന്റെ ഉടമത്തയെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. റഹ്മത്താണ്, ലോകത്തിന്റെ മുഴുവനും റഹ്മത്താണ്. പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനും റഹ്മത്താണ്. ആ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അവിടുന്ന് അള്ളാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലിൻത ലഹും, ജനങ്ങളോട് നിങ്ങൾ വളരെ വിനയത്തിലാണ് പ്രവർത്തിക്കുന്നത്. വലൗ കുന്ത ഫല്ലൻ,
غليظ القول غليظ لانفضوا من حولك ولو كنت فظا غليظ القلب തങ്ങളെങ്ങാനും ഒരു ടെററിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരു ഭീകരവാദിയായിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. ആരെയും തങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. എല്ലാ ജനങ്ങളും ഇസ്ലാമിലേക്ക് അടുത്തടുത്ത് വരുന്നത് അവിടുന്ന് ഒരിക്കലും ടെററിസ്റ്റ് അല്ല, തീവ്രവാദിയല്ല, ഭീകരവാദിയല്ല. ഈ കാരണം കൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമീങ്ങൾ വർഗീയത കാണിക്കുന്നുള്ളൂ? ഇല്ല, ഇത് വർഗീയത. ഇവിടെ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും എല്ലാം ഈ സ്റ്റേജിലില്ലേ? അപ്പോ ഇവിടെ വർഗീയതയില്ല. വർഗീയത ഉണ്ടെങ്കിൽ മറ്റൊരു മതക്കാരെ ഈ സ്റ്റേജിൽ കയറ്റൂലല്ലോ. അപ്പൊ വർഗീയത മുസ്ലിമീങ്ങൾക്ക് സുന്നികൾക്ക് തീർച്ചയായും ഇല്ല. മുസ്ലിമീങ്ങൾ മുസ്ലിംകളായി ജീവിക്കുന്നു. അതേ സമയത്ത് ഹൈന്ദവരും ക്രൈസ്തവരും ബുദ്ധനും ജൈനനും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഇവിടെ അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് യാതൊരു തർക്കവും അവർക്കില്ല. അവർക്ക് ആഖിറം വേണമോ അവർ ഹക്ക് മുറുകെ പിടിച്ചുകൊള്ളട്ടെ. അതില്ലെങ്കിൽ ആഖിറം ലഭിക്കുകയില്ല. എന്നല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മതമോ പ്രത്യേകമായ ഒരു ആചാരമോ വേണമെന്ന് നാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ പർദ്ദയെ സംബന്ധിച്ച് പറഞ്ഞ് വളരെയധികം ശക്തിവത്തായ നിലക്ക് നമ്മൾ പറഞ്ഞു. ഒരു പർദ്ദ മാത്രമല്ല, ഒരു സംഗതിയും ഇവിടെ മുസ്ലിം സമുദായം എങ്ങനെ ജീവിക്കുന്നോ ആ കാലത്ത് മുസ്ലിം ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുക. ക്രൈസ്തവർ എങ്ങനെ ജീവിക്കുന്നുവോ അത് ജീവിക്കാൻ അവരെ ആഗ്രഹിക്കുക. മറ്റു മതക്കാർ എങ്ങനെ ജീവിക്കുന്നുവോ അവരെ അതിനു വേണ്ടി അനുവദിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാഹോദര്യവും മൈത്രിയും അതാണ്. അല്ലാതെ നാം ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റുള്ള ആളുകളെ അടിച്ചമർത്തി ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറയാറുണ്ടോ? അത് പറയുന്നില്ല. അത് പറയുന്നത് ശരിയും അല്ല. അതേസമയത്ത് ആഖിറം വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്ലാം മതം സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അത് സ്വീകരിക്കാതെ ഇരിക്കാം. ഏതായിരുന്നാലും നമുക്ക് ഈ കാര്യമാണ് പറയാറുള്ളത്. പിന്നെ മറ്റൊന്ന്, സുന്നികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ചില പുത്തൻവാദികൾ പുതിയ പുതിയ ചില ആശയങ്ങളുമായി വന്ന് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അത് നാം മുറുകെ പിടിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അതെപ്പോഴും ക്ലിയറാണ്, വളരെ കറക്റ്റാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു ശാഫിഈ, ഹനഫി, ഹംബലി, മാലികി ഈ 4 മദ്ഹബുകളിൽ കർമ്മപരമായി ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുകയും അതുപോലെ അശ്അരി മാതുരീദി എന്ന് പറയുന്ന അശ്അരിയ മാർഗം അല്ലെങ്കിൽ മാതുരീദിയ മാർഗം വിശ്വാസപരമായി അവലംബിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ അശ്അരി മാതുരീദി എന്നൊക്കെ പറയുന്നത്? അത് ഒരു വലിയ വ്യത്യാസമുള്ളതൊന്നുമല്ല. വളരെയധികം ആശയങ്ങൾ പുത്തൻ പ്രസ്ഥാനക്കാർ കൊണ്ടുവന്നപ്പോൾ അത് തെറ്റാണെന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി 2 മഹാന്മാരായ പണ്ഡിതന്മാർ രംഗത്ത് വന്നു. അതാണ് അശ്അരി മാതുരീദി എന്ന് പറയുന്നത്. അശ്അരിയത്തിൻ്റെ വിശ്വാസം നിങ്ങൾ നോക്കൂ. നമ്മളെ സംബന്ധിച്ചാണ് ഇവിടെ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ മുസ്ലിക്ക് എന്ന് പറയും. എന്താ മുസ്ലിക്ക്?
ഇപ്പം പറയാറുണ്ട്, ഇപ്പോൾ കേരളത്തിൽ പറയാറില്ല, അവർ പിന്മാറിയിട്ടുണ്ട്. കാരണം ശിർക്ക് എന്നതിൻ്റെ നിർവചനം എന്താണ്, അതിലെ അർത്ഥം എന്താണ്, അതിലേതെല്ലാം പെടും എന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചിട്ട് ഇന്നേക്ക് 40 കൊല്ലമായി. ഇന്ന് വരെയും ഒരു മറുപടി കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് ഇങ്ങനെ പറയും, ബറാത്ത് അവർ മധുരമുള്ള ചോറ് വെച്ചാൽ അത് ശിർക്കായിപ്പോയി. അത് അങ്ങോട്ട് നോക്കിയാൽ ശിർക്ക്, ഇങ്ങോട്ട് നോക്കിയാൽ ശിർക്ക്, അതിങ്ങനെ ശിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കണം, പറയാൻ അവർക്ക് ധൈര്യമല്ല. കാരണം ശിർക്കിൻ്റെ നിർവചനം പറഞ്ഞാൽ അതിൽപ്പെട്ടതല്ലേ ശിർക്കാവുകയുള്ളൂ. ചക്കരച്ചോറ് വെച്ചാൽ അത് ശിർക്കാവലെങ്ങനെ എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. പറയലങ്ങനെ സാധാരണ ബറാത്ത് രാവിലെ കുറച്ച് മധുരമുള്ള ചോറ് വെച്ച് കൊടുത്താൽ അത് ശിർക്ക്. അതുപോലെ മരിച്ച വീട്ടിൽ ഒരു യാസീൻ ഓതിയാൽ അത് ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വാക്ക് സഹീഹായ ഹദീസിൽ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു തങ്ങളും അല്ലാത്തവരും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, നിങ്ങൾ മരണപ്പെട്ടവരുടെ മേൽ യാസീൻ സൂറത്ത് ഓതണം എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അത് ശിർക്ക്. അങ്ങനെ ഖുർആൻ ഓതാൻ ശിർക്കാണ് എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. ഖുർആൻ ഓതപ്പോൾ ശിർക്കാലെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയൊന്നുമില്ല. വെറുതെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല. പിന്നെ ഖുർആൻ മുസ്താഫിനെ അട്ടത്ത് കെട്ടിവെക്കാനല്ലാതെ ഓതാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വന്നു. ഇപ്പോൾ അതൊന്നും പറയാറില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ നോക്കൂ, നമ്മുടെ വിശ്വാസം എന്താണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ ഖദ്ദറ ഫഹദാ. എല്ലാ കാര്യങ്ങളും ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതും സംഭവിക്കാത്തതും എല്ലാം അല്ലാഹു തആല ഖദറാക്കിയിരിക്കുന്നു, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഫഹദാ, ആ ഖദറിലേക്ക് അല്ലാഹു മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ ഖദർ കൂടാതെ, അല്ലാഹുവിൻ്റെ ഖദർ കൂടാതെ ഇവിടെ ഒരു സംഭവവും ഉണ്ടാകുന്നതല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ അശ്അരിയും മാതുരീദിയും എല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. വലിയ ഇസ്തിത്വാഅത്തു മഅൽ ഫിഅലി എന്ന് ഇവിടെ ആരും നിങ്ങൾ ധാരണയുണ്ടല്ലോ. ജംഉൽ ജവാമി ഓതുമ്പോൾ നിങ്ങളതിൽ പഠിച്ചിട്ടുള്ള ഇസ്തിത്വാഅത്ത് മഅൽ ഫിഅലി. അല്ലാഹു തആല ഒരു സംഗതി ചെയ്യുന്ന